ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രയാസങ്ങളെയും കർത്താവിൽ സമർപ്പിച്ച് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ നന്മയുള്ള ജീവിതം, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവിതം, നമ്മുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണം, ഇവയ്ക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഓപ്പറേഷന് വിധേയരായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓപ്പറേഷന് വിധേയരാകാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാല് ആംപ്യൂട്ടേറ്റ് ചെയ്ത് ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് എല്ലാ രോഗികൾക്കും സൗഖ്യവും ശക്തിയും നൽകി, ആശ്വാസം നൽകി, വേദനയിൽ നിന്ന് ശമനം നൽകി കർത്താവ് ഈ രാത്രിയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും, വ്യക്തികളെയും, ശക്തികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മെ അലട്ടുന്ന എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളെയും, കുടുംബ പ്രശ്നങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖവും വേദനയും സമർപ്പിക്കാം. എല്ലാ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സ്റ്റുഡൻസിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം നമ്മുടെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കുകയും എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മക്കൾക്ക് സംരക്ഷണവും ശക്തിയും നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും, പീഡനങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, എല്ലാ ശാപങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ പരിപൂർണമായി രക്ഷിക്കട്ടെ. നമുക്കോ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ, പൂർവികർക്കോ, മാതാപിതാക്കൾക്കോ എതിരെയുള്ള ശാപങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ തലമുറക്കേറ്റിരിക്കുന്ന ശാപങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി കുരിശുമരണം വരിച്ച് നമ്മുടെ ശാപങ്ങളെ എന്നേക്കുമായി തുടച്ചു നീക്കിയിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച്, അവിടുത്തെ അനന്തമായ സ്നേഹം അനുഭവിച്ച് സുഖമായി ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 82 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും? ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ. പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ. ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ. ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ. അവർക്ക് അറിവില്ല, ബുദ്ധിയില്ല. അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്. നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ്. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. ഏത് പ്രഭുവിനെയും പോലെ വീണുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. എല്ലാ ജനതകളും അങ്ങയുടേതാണ്. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി, ആശ്വാസകരമായ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന എല്ലാവർക്കും സുഖമായ നിദ്ര കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില പരാജയങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് ഒത്തിരി ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവാണ് വിജയം നൽകുന്ന ദൈവം. അതിനാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പരാജയങ്ങൾ നിങ്ങളുടെ വിജയത്തിന് കാരണമാക്കി കർത്താവ് മാറ്റും. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് നീതി പാലിച്ചു തരുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. നിങ്ങളുടെ ബലഹീനത, ദുർബലത എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങൾക്കെതിരെ നീതിവിരുദ്ധമായി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും
ആ സംഭവങ്ങളെയും നിങ്ങളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്ന എല്ലാം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളെയും സമർപ്പിക്കുക. ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ശാപവാക്കുകൾ നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ പൂർവികർക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ നേരെ ആരെങ്കിലും ശാപവാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെയോ എൻ്റെ മാതാപിതാക്കളെയോ എൻ്റെ പൂർവികരെയോ തലമുറകളെയോ ആരെങ്കിലും ശപിച്ചിട്ടുണ്ട് എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു, അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ മേലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റും. എന്തെന്നാൽ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. നിങ്ങൾ ശപിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ശാപം കിട്ടും. അതിനാൽ തന്നെ നിങ്ങൾ ഇനി മുതൽ മറ്റുള്ളവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക, കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക, ജീവിത പങ്കാളിയെ മക്കളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക, അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾ അനുഗ്രഹീതരാകും. എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ മറ്റുള്ളവരെ ഇന്നു മുതൽ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം ചില മക്കൾ, ചില കുടുംബങ്ങൾ എത്രയധികം നന്മകൾ ചെയ്തിട്ടും എത്രയധികം നല്ല രീതിയിൽ ജീവിച്ചിട്ടും ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി തകർച്ചകളിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ആരുടെയെങ്കിലും ശാപവാക്കുകൾ നമുക്കെതിരെ നിൽപ്പുണ്ട് എങ്കിൽ നാം അതിനെ ഓർത്ത് പ്രാർത്ഥിച്ച് അത് ബന്ധിച്ച് യേശുവിൻ്റെ നാമത്തിൽ അതിനെ മാറ്റിയില്ല എങ്കിൽ നമ്മുടെ മേൽ ആ ശാപം നിലനിൽക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ യേശു ക്രിസ്തു കുരിശിലേറി നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കഴുകുമരത്തിൽ ഏറിയത്, കുരിശുമരത്തിൽ മരണം വരിച്ചത്. അങ്ങനെ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ സ്വീകരിക്കുകയും അവനെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മേലുള്ള സകല ശാപവും ആ കുരിശിൻ ചവിട്ടിലേക്ക് പോകുന്നു. നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. യേശു പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരാകും, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാകും. അതിനാൽ ക്രിസ്തു നമുക്ക് നൽകിയ എന്നേക്കുമുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് സ്വീകരിക്കാം. ആ സ്വാതന്ത്ര്യം നമ്മുടെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, ഔദ്യോഗിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, ഇതെല്ലാം ആ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തണം. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്നത്. ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും കർത്താവ് എടുത്തു മാറ്റുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ വേദനകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. നിങ്ങൾക്ക് പരിപൂർണ സൗഖ്യം കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. അവിടുത്തെ വിശ്വസിക്കുക, ആരാധിക്കുക, അവിടുത്തെ കർത്താവും രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാകും. ഇന്ന് നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും കർത്താവിൽ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെക്കുറിച്ച് ഒത്തിരി കരുതുന്നുണ്ട്. ആ കരുതലിൻ്റെ ഭാഗമായ നമ്മൾ ഓരോരുത്തരും ഇന്ന് കിടക്കുന്നതിന് മുൻപ് കർത്താവ് ചെയ്ത സകല നന്മകളെയും ഓർത്ത് അവിടുത്തെ ആരാധിക്കുക, അവിടുത്തേക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമാണ്. അതിനാൽ കൂടുതലായി അവിടുത്തെ വിശ്വസിക്കുമ്പോൾ, അവിടുത്തെ ആരാധിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നേടിയ നന്മകളെല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. അതിനാൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കാം. സുഖമായ നിദ്ര കർത്താവ് നൽകും. നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് വലിയ അത്ഭുതങ്ങളും രോഗശാന്തിയും കർത്താവ് നിങ്ങൾക്ക് നൽകും.
ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.